കരുവന്നൂർ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് വീണ്ടും നോട്ടീസ് നൽകി ED. രാവിലെ 10-ന് കൊച്ചി ED ഓഫീസിലെത്താനാണ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നു. അശ്വതി, കഴിഞ്ഞ തവണ വിളിപ്പിച്ചപ്പോഴും ഇന്നലെ വിളിപ്പിച്ചപ്പോഴും അദ്ദേഹം എത്തിയിരുന്നില്ല. ഇന്ന് അദ്ദേഹം ED ഓഫീസിലെത്താനുള്ള സാധ്യതകളുണ്ടോ? CPM-നെ സംബന്ധിച്ച് ഈ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ MM വർഗീസിനെ സംബന്ധിച്ച് ഈ ചോദ്യം ചെയ്യൽ എത്രമാത്രം നിർണായകമാണ്? ഫിജി ഇന്നലെ അദ്ദേഹത്തോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന വേളയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഹാജരാകാമെന്നാണ് അദ്ദേഹം ED അറിയിച്ചിട്ടുള്ളത്. ഇന്ന് പക്ഷേ അത് ED മുഖവിലേക്ക് എടുക്കുന്നില്ല. വീണ്ടും അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ചെയ്തത്. ഇന്ന് 10 മണിയോടുകൂടി ED കൊച്ചിയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകണമെന്നതാണ് ഇന്ന് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഹാജരാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ട പ്രചരണങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹം അതിന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട CPM-ൻ്റെ കരുവന്നൂർ ബാങ്കിലുള്ള CPM-ൻ്റെ 5 അക്കൗണ്ടുകൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് പ്രധാനമായും ED ഇതിൽ തേടുന്നത്. മാത്രമല്ല, നേരത്തെ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ചോദ്യം ചെയ്യുന്ന ആ ഒരു ദിവസം തന്നെ, ഇതിന് തൊട്ട് മുൻപ് നടന്ന സംഭവം അങ്ങനെയാണ്, ആ ദിവസം തന്നെ തൃശ്ശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം പരിശോധന നടത്തുകയും അവിടെ അവരുടെ അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അക്കൗണ്ടിൽ 5 കോടി 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നത്. അത് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ ഏപ്രിൽ 2-ന് പിൻവലിച്ചിട്ടുള്ള 1 കോടി രൂപ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിനും ചെലവഴിക്കരുത് എന്നൊരു നിർദ്ദേശവും EDയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചലനങ്ങൾ ഏറ്റവും അവസാനമായിട്ട് കണ്ടു. അതിനുശേഷം ചില നീക്കങ്ങൾ കൂടി EDയുടെ ഭാഗത്തു നിന്ന്, ചോദ്യം ചെയ്യൽ കൂടി EDയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ MM വർഗീസിന് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ 2 ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല, ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ഹാജരാകാതെ കോടതിയെ കൂടുതൽ EDയുടെ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ളൊരു സാധ്യത കൂടിയാണ് ഉള്ളത്. ശരി അശ്വതി, അതൊക്കെയാണ് സാധ്യതകൾ. എന്തായാലും MM വർഗീസ് ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഹാജരാകുമോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്ന് അശ്വതി റിപ്പോർട്ട് ചെയ്തു.